കമ്മിറ്റിയും വലിയ പിരിവുമില്ലാതെ ഉത്സവ ചെലവ് കണ്ടെത്താൻ ഒരു നാട് മുന്നിട്ടിറങ്ങുക. ഒപ്പം ദേവസ്വം ബോർഡും ചേർന്നതോടെ ആഘോഷ മൂഡിലാണ് തിരുവനന്തപുരം മലയൻകീഴ് തച്ചോട്ടുകാവുകാർ. ഇന്നു മുതൽ ജനുവരി 14 വരെയാണ് തച്ചോട്ടുകാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഉത്സവം. തിരുവനന്തപുരം മലയൻകീഴ് തച്ചോട്ടുകാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഉപദേശക സമിതി പിരിച്ചുവിട്ടതോടെ പ്രതിസന്ധിയിലായ ഉത്സവ നടത്തിപ്പാണ് നാട്ടുകാരും ദേവസ്വം ബോർഡും ചേർന്ന് ഏറ്റെടുത്തത്. പുറംപിരിവുകളില്ല. ചടങ്ങുകൾക്കും പ്രസിദ്ധീകരണങ്ങൾക്കും കലാപരിപാടികൾക്കും എല്ലാമുള്ള ചെലവ് നാട്ടുകാർ കണ്ടെത്തും. നാട്ടുകാർ തരുന്ന പണപ്പിരിവ് കൊണ്ടാണ് നമ്മൾ ഈ ഉത്സവം നടത്തുന്നത്. അല്ലാതെ ആരും 5 പൈസ നമുക്ക് ഇതായിട്ട് തരുന്നില്ല. കംപ്ലീറ്റ് നാട്ടുകാർ തരുന്ന പൈസ കൊണ്ടാണ് നമ്മൾ ഈ ഉത്സവം നടത്തുന്നത്. അങ്ങനെയാണ് ഉത്സവം കോവിൽ ഡെവലപ്പായതും. അങ്ങനെയാണ് നാട്ടുകാർ കൊണ്ട് പൈസ കൊണ്ടാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തതും. എല്ലാ നാട്ടുകാരാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്മിറ്റി കഴിഞ്ഞ പ്രാവശ്യം കമ്മിറ്റി നമ്മളെ പിരിച്ചുവിട്ട് കമ്മിറ്റി നമ്മളെ കമ്മിറ്റി വന്നപ്പോഴത്തേക്ക് കോവിലിൽ കംപ്ലീറ്റ് ഈ അന്നദാനപ്പുരയും തിടപ്പള്ളി ലീക്കും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ചെയ്ത് എല്ലാം നീറ്റാക്കിയിട്ടുണ്ട്. കരിങ്കല്ല് നമ്മൾ പാകിയിട്ടുണ്ട്. പക്ഷേ ദേവസ്വത്തിന് 5 പൈസ തന്നിട്ടില്ല. നമ്മൾ നാട്ടുകാരൊന്ന് പൈസ പിരിച്ചാണ് നമ്മൾ ഈ ഉത്സവം നടത്തുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമാണെങ്കിലും ബോർഡിൽ നിന്നുള്ള സാമ്പത്തിക സഹായമൊന്നും ഉത്സവ നടത്തിപ്പിനായി നാട്ടുകാർ സ്വീകരിക്കുന്നില്ല. പക്ഷേ നാട്ടുകാർക്കൊപ്പം ഉത്സവ നടത്തിപ്പിൽ ബോർഡ് സഹകരിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ച ആദ്യമായി സ്പെഷ്യൽ കമ്മീഷണറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ദേവസ്വം ഉദ്യോഗസ്ഥൻ KR രഞ്ജിത്താണ് ഉത്സവ കോർഡിനേറ്റർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പരിധിയിലുള്ള തച്ചോട്ടുകാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം 7 ദിവസത്തെ ഉത്സവമാണ്. 7ഉം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 1-ാം നമ്പർ രസീതിൽ സംഭാവന സ്വീകരിച്ചും പരമാവധി നാട്ടുകാരുടെ സ്പോൺസർഷിപ്പിലും ഉത്സവം നടത്തുന്നതിനാണ് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം. അതുമാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പരിധിയിലുള്ള ഏറ്റവും നല്ല ഒരു അമ്പലങ്ങളിലെ ഒന്നാണ് തച്ചോട്ടുകാവ് ധർമ്മശാസ്താ ക്ഷേത്രം. ഇവിടുത്തെ നാട്ടുകാർ പരമാവധി സ്പോൺസർഷിപ്പിൽ അമ്പലത്തിൻ്റെ വികസനവും ഉത്സവത്തിൻ്റെ സ്പോൺസർഷിപ്പിലും നടത്തിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഉത്സവാനന്തരം ക്ഷേത്രത്തിന്റെ തുടർ വികസനങ്ങൾക്കും നവീകരണത്തിനുമുള്ള പദ്ധതികളും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആവിഷ്കരിക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.